ആണ്. ഏറ്റവും അധികം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണോ 3+. ഞങ്ങൾ ഒ പിയിൽ ഇരിക്കുമ്പം, അതായത് പേഷ്യൻസിനെ കാണാനായിട്ട് ഇരിക്കുമ്പം, എല്ലാ പേഷ്യൻസും, എല്ലാ രോഗികളും 3 രോഗങ്ങൾ അവർക്ക് എന്തൊക്കെ തരത്തിൽ, ഇപ്പൊ കൈകാലുകളിലുള്ള വേദന ആയിക്കോട്ടെ, ഓർമ്മക്കുറവായിക്കോട്ടെ, ജ്വരം, പനി ആയിക്കോട്ടെ, ശ്വാസതടസ്സം ആയിക്കോട്ടെ, ഇത്തരത്തിൽ പ്രശ്നമുള്ള ഏതൊരു രോഗിക്കും പൊതുവായിട്ടുണ്ടാവുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചോദിക്കും നിങ്ങളുടെ ദഹനം ഒക്കെ എപ്രകാരമാണ്, ശോധനം ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്. അപ്പം ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, കൃത്യമായിട്ടല്ല നടക്കുന്നത് എന്ന്. രണ്ടാമത്തേതാണ് ഉറക്കം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയും ഇല്ല, എന്താണ്, ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് എന്നുള്ളത് പറയും. മൂന്നാമത്തേതാണ് സ്ട്രെസ്, ഭയങ്കര പലതരത്തിലുള്ള സ്ട്രെസ്സാണ്, ഭയങ്കര ടെൻഷൻ ആണ് എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് പല വിധത്തിലുള്ള, പല പ്രസന്റിങ് കംപ്ലൈൻസ്, പല തരത്തിലുള്ളതാണ് അവരുടെ കംപ്ലൈൻസ് എങ്കിലും ഈ 3 കാര്യങ്ങൾ പൊതുവായിട്ട് എല്ലാ രോഗികളും കണ്ടുവരുന്നതാണ്. അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഏതൊരു രോഗിയും വരുമ്പം എല്ലാവർക്കും ശോധനം എപ്രകാരമാണ്, നിങ്ങളുടെ വിശപ്പ് എപ്രകാരമാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് വളരെയധികം താറുമാറായി കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞാല് വളരെയധികം ഒരു 2-3 ദിവസം ഒക്കെ കൂടുമ്പോഴായിരിക്കും ശോധനം നടക്കുന്നത്. അതും മലം മുറുകിയായിരിക്കും പോകുന്നത്. സ്ട്രെയിൻ ചെയ്തിട്ടാണ് മലം 2-3 ദിവസത്തിലൊക്കെ പോകുന്നത്. ഒരാഴ്ചയായിട്ട് മലം പോകാതെയുള്ള പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാരുടെ പ്രശ്നമാണ് എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം, അപ്പൊ തന്നെ വയറ് ലൂസായിട്ട് മലം പോകുന്നത്, എന്ത് കഴിച്ചാലും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ്, വളരെയധികം ടെൻഷനാണ് ഉണ്ടാകുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബാത്റൂമിലേക്ക് പോകണം, ലൂസായിട്ടാണ് മോഷൻ പോകുന്നത്. അതുപോലെ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഗ്യാസ് ഉണ്ടാവുക, അടിവയറ്റിൽ ഒരു വേദന അനുഭവപ്പെടുക, ഒരു ലേസിനെസ്, ഒരു ഉന്മേഷക്കുറവ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉന്മേഷക്കുറവ് പോലെ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ദഹനം, നമ്മളുടെ ജഠരാഗ്നി, നമ്മളുടെ പാചകാഗ്നി കൃത്യമായിട്ട് നടക്കാത്ത പക്ഷമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഒരുപാട് രോഗികളാണ് നിത്യേന ഒ പിയിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ആയുർവേദത്തില് ഈ പറയുന്ന ജഠരാഗ്നിക്ക്, നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയറിന് ഒരുപാട് പ്രാധാന്യമാണ് ആയുർവേദം നൽകിയിട്ടുള്ളത്. എല്ലാ രോഗങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയർ കൃത്യമല്ല എങ്കിലാണ്, ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ് എല്ലാ തരത്തിലുള്ള രോഗങ്ങളും വരുന്നത് എന്നാണ് ആയുർവേദം ആവർത്തിച്ചു പറയുന്നത്. അഗ്നിയെ തന്നെ ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ അഗ്നിയെ 4 ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ഒന്നാണ് സമാഗ്നി, വിഷമാഗ്നി, തീക്ഷ്ണാഗ്നി, മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ട്. സമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്നി. ആയുർവേദത്തിൽ ഇപ്രകാരമാണ് അഗ്നിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ആയുർവേദത്തില് പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഒരുവന്റെ അഗ്നി കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ, പ്രമേഹം തുടങ്ങി എല്ലാം, ഇവൻ തലവേദന പോലും വരുന്നത് അഗ്നി കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിലാണ്. അതായത് ഒരു മൂല കാരണം എന്ന് പറയുന്നത്, സർവ്വ രോഗങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് അഗ്നിയാണ്. പാചനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ്. ആയുർവേദത്തില് 4 തരത്തിലുള്ള അഗ്നിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സമാഗ്നി, തീക്ഷ്ണാഗ്നി, വിഷമാഗ്നി, മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ട് 4 തരത്തിലുള്ള അഗ്നിയെ പറ്റിയിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തത് സമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമാഗ്നി പേര് പോലെ തന്നെ സമം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് പാചനം നടന്ന് അതിന്റെ മലമായിട്ട് വേർതിരിഞ്ഞ്, അന്നമായിട്ട് വേർതിരിഞ്ഞ്, മലമായി വേർതിരിഞ്ഞ്, അന്നം ബാക്കിയുള്ള ശരീരങ്ങളുടെ പോഷണത്തിന് വേണ്ടിയിട്ടും മലം ശരീരത്തിന്റെ പുറത്തേക്ക് തള്ളാനായിട്ട് അതാത് ശോധന നിവാരണ മാർഗങ്ങളിലേക്ക് എത്തിക്കുകയും ആ മാർഗങ്ങൾ വഴി, അതാത് അവയവങ്ങൾ വഴി ആ ശോധനം കൃത്യമാക്കി നടത്തി ആ മലത്തെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് സമാഗ്നി എന്ന് പറയുന്നത്. അടുത്തതാണ് വിഷമാഗ്നി. വിഷമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി കൃത്യമല്ലാത്തത്, ഒരു ഇറഗുലർ ആണ്, ബാലൻസ്ഡ് അല്ല, ഇറഗുലർ ആയിട്ടുള്ളതാണ്, വിഷമ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നോക്കിയാൽ അറിയാം, ചില ആൾക്കാർക്ക് ചില സമയത്ത് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല കൃത്യമായിട്ട് ദഹനം നടക്കുന്നുണ്ട്. ഇപ്പൊ 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ദഹനം നടന്ന് പിന്നീട് ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേക്കും വിശപ്പ് വരുന്നുണ്ട്.
ചിലപ്പോഴാണെങ്കിലോ നമ്മളിപ്പോ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വേഗത്തിൽ ചിലപ്പം ഡൈജസ്റ്റ് ആവും, ചിലപ്പോഴാണെങ്കിൽ വളരെ മെല്ലെ ഡൈജസ്റ്റ് ആവും. അതുപോലെ ഗ്യാസ്, നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടല് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പം നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നത്, ഇപ്പം കാലത്ത് ഇഡലിയോ ചപ്പാത്തിയോ ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ദഹിക്കാൻ വളരെയധികം സമയമെടുക്കുന്നത്. അതായത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് വിഷമാവസ്ഥ. സമവുമല്ല തീക്ഷ്ണവുമല്ല, അധികമായിട്ടുള്ള ഒരു റെഗുലാരിറ്റി ഇല്ല, ഇറഗുലർ എന്ന് പറയാം. അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉറക്കക്കുറവ് ഉണ്ടാവുക, ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക, തലവേദന ഉണ്ടാകുന്നത്, മുട്ടുവേദന, സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വാദവൈകൃതമാണ്, വാദദോഷകോപമാണ് അവിടെ നടക്കുന്നത്, ഈ പറഞ്ഞ വിഷമാഗ്നിയിൽ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തതാണ് മന്ദാഗ്നി എന്ന് പറയുന്നത്. മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മന്ദിച്ചിട്ട് സ്ലോ ആയിട്ടുള്ളത്. നമ്മളിപ്പം കാലത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇഡലി കഴിച്ചാലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും വളരെയധികം സമയമെടുത്ത് ഉച്ചയ്ക്കായിട്ടും വിശപ്പ് വരാതെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും വിശപ്പ് വരുന്നത്. അതായത് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും വളരെ മെല്ലെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. എപ്പോഴും ഉറക്കം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക, എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒരു തോന്നല്, ക്ഷീണം ഉണ്ടാവുക, ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുക, ഉന്മേഷക്കുറവ്, ഊർജക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് മന്ദാഗ്നിയുമായിട്ട് ഉണ്ടാവുന്നത്. ഇനി തീക്ഷ്ണാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായിട്ടുള്ള അഗ്നിയാണ്. എന്ത് കിട്ടിയാലും പെട്ടെന്ന് ദഹിച്ച്, നമ്മളിപ്പോ രാവിലെ വലിയ ചിക്കനും മട്ടണും ഒക്കെ കൂടിയുള്ള ഒരു ഭക്ഷണം കഴിച്ചാലും, രാവിലെ ഒരു 9 മണിക്ക് കഴിച്ചാലും 11 മണിയാകുമ്പോഴത്തേക്കും വീണ്ടും വിശപ്പ്, പിന്നെയും ഭക്ഷണം കഴിച്ചു, 12 മണിക്ക് വീണ്ടും വിശപ്പ്. അത്തരത്തിൽ, അതായത് തീക്ഷ്ണമായിട്ടിരിക്കുകയാണ് അഗ്നി. നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള, എത്ര ഗുരുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പിന്നെയുമാണ് എന്താണ് വേണം വിശപ്പിന്റെ ആ ഒരു സെന്റർ പിന്നെയുമാണ് സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഭക്ഷണം അല്ലെങ്കിൽ ഇന്ധനം കിട്ടാത്ത പക്ഷം അത് ശരീരത്തിലെ തന്നെ അവയവങ്ങൾക്ക് കേടുപാടാണ് ഉണ്ടാവുന്നത്. ശരീരത്തിൽ ഒരുപാട് ധാതുക്കളുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം സപ്തധാതുക്കളാണ് ആയുർവേദത്തിലുള്ളത്. രസരക്ത, മാംസം, മേധു, അസ്ഥി, മജ്ജ, ശുക്രം തുടങ്ങി 7 ധാതുക്കള്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ ധാതുക്കളെ ശരീരം ഭജിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. നീർക്കെട്ടുകൾ അനുഭവപ്പെടുന്നത്, സ്കിന്നിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ലിവറിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഛർദിക്കണം എന്ന് തോന്നുന്നത്, ഛർദി ഉണ്ടാകുന്നത്, അതുപോലെ ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഈ തീക്ഷ്ണമായിട്ട് അഗ്നി നിൽക്കുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ആയുർവേദം ഇത്രയധികം പ്രാധാന്യം, വളരെ സൂക്ഷ്മമായിട്ടാണ് 4 തരത്തിൽ അഗ്നി ഉണ്ട് എന്ന് പറഞ്ഞതും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾക്ക് 4 തരത്തിൽ അല്ലെ, എത്ര സൂക്ഷ്മമായിട്ടാണ് ആയുർവേദം വിവരിച്ചിരിക്കുന്നത്. മന്ദാഗ്നി, തീക്ഷ്ണാഗ്നി, വിഷമാഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സൂക്ഷ്മമായിട്ടാണ് ആ ഒരു അഗ്നിയിൽ വരുന്ന ഡിസോർഡർ കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരുവന്റെ അഗ്നി കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ ആയുർവേദത്തിലുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് ആമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ആമം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ പലതരത്തിലുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ, അധികമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുക, ആ മാത്രയിൽ കഴിക്കുക, അനശനം തുടങ്ങിയിട്ടുള്ളതാണ് ഭക്ഷണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പലതരത്തിലുള്ള നിദാനം അല്ലെങ്കിൽ ഹേതു, കാരണങ്ങൾ, പാചകാഗ്നി തെറ്റാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദത്തില് ചരകാചാര്യൻ 18 തരത്തിലുള്ള വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 18 തരത്തിലാണ് വിരുദ്ധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്നെ പറയുന്നതാണ് ഹൃദ്വിരുദ്ധം, ഉപചാരവിരുദ്ധം, മാത്രാവിരുദ്ധം, താലവിരുദ്ധം, കോഷ്ടവിരുദ്ധം, ക്രമവിരുദ്ധം, ഉപചാരവിരുദ്ധം, സംസ്കാരവിരുദ്ധം, സാത്മ്യവിരുദ്ധം, സത്വവിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് 18 തരത്തിലുള്ള വിരുദ്ധങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും ഉദാഹരണത്തിന് നമുക്ക് ഹൃദ്വിരുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കാം. ഹൃദ്വിരുദ്ധം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി, എനിക്കിപ്പം അധികമായിട്ടുള്ള എരിവും പുളിയും ഒക്കെ ഉള്ള ഭക്ഷണം ഒന്നും കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. പക്ഷെ എനിക്കത് ഒരു വീട്ടിൽ പോകുമ്പോൾ അതാണ് തരുന്നത് എങ്കിൽ അത് കഴിക്കുകയും നിവർത്തിയുള്ളൂ. അപ്പൊ എന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അത് കഴിക്കുന്നത് വഴി പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്
വീര്യവിരുദ്ധം ഒക്കെ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീര്യം. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താണ്, പാലും പുളിവർഗ്ഗങ്ങളും ചേർത്തിട്ട് കഴിക്കരുത് എന്ന് പറയും. പാല് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്വീറ്റ്, മധുര ഗുണപ്രധാനമായിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പാലും അതുപോലെ പുളിവർഗ്ഗങ്ങൾ നമ്മൾ പലതരത്തിലുള്ള ഷെയ്ക്ക് ഒക്കെ കുടിക്കും അല്ലെ. ഇപ്പൊ മാംഗോ ജ്യൂസ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിരുദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത്, ഒരു ജ്യൂസ് ആണ് അത്. പാലും പുളിവർഗ്ഗങ്ങളും തമ്മിൽ കഴിക്കുന്നത്. അതുപോലെ പാലും മത്സ്യവും തൈരും കോഴിയിറച്ചിയും, ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള ചര്യകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വിരുദ്ധങ്ങളായിട്ടുള്ളത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മളുടെ ശരീരത്തിൽ ദഹിക്കാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ആമം എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ട്, വിഷത്തിന് തുല്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇന്നിപ്പം ഞാനൊരു മാംഗോ ജ്യൂസ് കുടിച്ചു, ഒരു മാംഗോ ഷേക്ക് കഴിച്ചു എന്ന് കരുതി നാളെയല്ല എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത് നമ്മുടെ തന്നെ ശരീരത്തിൽ കിടന്ന് പിന്നെയും ഞാൻ ആ ചര്യ തന്നെ ചെയ്യുകയാണെങ്കിൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്യുകയാണെങ്കിൽ, ദിവസവും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് എന്നും ഈ ചര്യ എന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആമം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ശരീരത്തിൽ കുന്നുകൂടി പിന്നെയും അതിന്റെ അളവിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ എന്താണ്, കാലക്രമേണ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോ, അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിയിൽ പെട്ടെന്നൊരു കാലാവസ്ഥ മാറി, മഴക്കാലം വന്നു, പെട്ടെന്ന് വേനൽക്കാലമായി, അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാന സമയത്തൊക്കെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി പൊതുവെ മന്ദിച്ചിരിക്കുന്ന സമയത്ത് വളരെ മൂർച്ചയേറിയ ഒരു രോഗമായിട്ട് ഇപ്പൊ സ്കിൻ കണ്ടീഷൻസ്, സോറിയാസിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന വിരുദ്ധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ്. ഇനി ഈ ആമത്വം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തേതാണ് നമ്മളുടെ നാക്ക് നീട്ടാനായിട്ട് പറയും. അപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ കോട്ടിംഗ് ആയിട്ടുള്ള ഒരു നാക്കാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള, ശ്വസിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ചീത്ത ഗന്ധമുള്ള ഒരു സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ എപ്പോഴും ഒരു ഗുരുത്വം അനുഭവപ്പെടും, ഒരു ഊർജ്ജക്കുറവ്, ഒരു ഉന്മേഷക്കുറവ്, അതുപോലെ തന്നെ ശരീരം ഒട്ടാസകലം വൃശ്ചികാവിധമായിട്ടുള്ള ഒരു വേദന, അതായത് തേള് കടിച്ചിട്ടുള്ള പോലെ, സ്കോർപ്പിയൻ അല്ലെ, തേള് കടിച്ചിട്ടുള്ള പോലത്തെ ഉള്ള ഒരു വേദനയാണ് ശരീരം ഒട്ടാസകലം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ആമത്വം മൂലം ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വിരുദ്ധങ്ങൾ കൊണ്ടാണ് ഈ പറയുന്നതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതിമാത്രാ ഭക്ഷണം, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത്, മാത്രയിലും അധികമായിട്ട് കഴിക്കുന്നത്, അതുപോലെ അനശനം, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അല്പാശനം, അല്പം മാത്രം ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞ ആരോഗ്യത്തിൽ ഒരുപാട് പ്രാധാന്യമാണ് ഈ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വരികയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടതിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു ഫലപ്രദമായിട്ട് ആയുർവേദത്തിൽ വളരെ കാലം മുന്നേ തന്നെ ഫലപ്രദമായിട്ട് ഒരു കൂട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 ഫലങ്ങളുടെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമുക്ക് പലതും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മൾ പറയും. ഇപ്പം വേരുകളിൽ ദശമൂലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേരുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു 10 ഔഷധങ്ങളുടെ കൂട്ടാണ് ദശമൂലം എന്ന് പറയുന്നത്. ഇനി ഫ്ലവേഴ്സ്, അതായത് പൂക്കളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇലകളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇപ്പൊ താലീസ പത്രം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഇലയാണ് ശ്രേഷ്ഠം. ആ താലീസം എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ ഇല എടുക്കാതെ പോയിട്ട് അതിന്റെ വേരോ കായോ ഒക്കെ എടുത്തത് കൊണ്ട് അത്രയധികം ഗുണം ഉണ്ടാകുന്നില്ല. അതുപോലെ ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ആചാര്യൻ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ത്രിഫലങ്ങൾ. ഏതൊക്കെയാണ് ത്രിഫലങ്ങൾ? നെല്ലിക്ക, കടുക്ക, താനിക്ക മുതലായവയുടെ ഫലങ്ങളിലാണ് ഏറ്റവും അധികം ഔഷധ ഗുണം ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ത്രിഫലയാണ്, 3 ഫലങ്ങളെയാണ് നമ്മൾ ഈ ഒരു ഇമ്മ്യൂണോ 3+ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 3 എന്ന് പറയുമ്പോൾ ത്രിഫലങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.
അവയുടെ ഗുണം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നെല്ലിക്ക. നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു, 95 പറഞ്ഞപ്പം നെല്ലിക്കയുടെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർത്തെടുക്കൂ. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്, ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്, രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്, വയസ്താപനം ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ് നെല്ലിക്കയിൽ എന്ന് പറഞ്ഞിരുന്നു. അടുത്തതായിട്ടുള്ളതാണ് കടുക്ക, അതുപോലെ തന്നെ താനിക്ക. കടുക്ക എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നതാണ് കിങ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. അതായത് രോഗ നിവാരണത്തിനായിട്ടുള്ള ഔഷധങ്ങളുടെ രാജാവ് എന്നാണ് കടുക്കയെ പറ്റിയിട്ട് പറയുന്നത്. നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്, പ്രമേഹത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്നതായിട്ടുമുള്ള ഒന്നാണ് കടുക്ക എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് താനിക്ക. താനിക്കയ്ക്ക് സംസ്കൃതത്തിൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഭീതകി എന്നാണ്. വിഭീതകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി അല്ലെ. എന്തിനോടാണ് നമ്മൾക്ക് പൊതുവെ പേടി ഉണ്ടാവുന്നത്? രോഗം വരുവോ? ഈ സമയത്ത്, ഈ ഒരു കൊറോണ കാലത്ത് എന്തിനെയാണ് എല്ലാവർക്കും പേടി? കൊറോണ വൈറസിനെയാണ് അല്ലെ പേടി. അത് വരുവോ? ആൾക്കാർ പുറത്തു പോകുമ്പോഴത്തേക്കും അതിനാണ് നമ്മൾ മാസ്ക് ഇടുന്നത്, നമ്മൾ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുന്നത്, ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് ഒക്കെ. അപ്പൊ കൊറോണ വൈറസിനെയാണ് പേടി. അപ്പം വിഭീതകി എന്ന് പറയുന്ന ആ ഒരു താനിക്കയിൽ ഭീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ, പേടിക്ക് എതിരെ പ്രവർത്തിക്കുന്നത്. അതായത് രോഗം മൂലമുണ്ടാകുന്ന ആ ഒരു പേടിയെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തെ തന്നെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് താനിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താനിക്കയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ദഹനം കൃത്യമാക്കി നടത്തിക്കൊണ്ടു പോകുന്നതിലും നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെയും കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം സംരക്ഷണം നൽകുന്ന ഒന്നാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒപിയിലൊക്കെ ഒരുപാട് പേഷ്യൻസിൽ ഇപ്പം കണ്ണ് സംബന്ധമായിട്ടുള്ള കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന ആൾക്കാരിലൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് രോഗികളിൽ ഇത് കൊടുത്ത് പരീക്ഷിച്ചതാണ്, വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളതാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമ്മളുടെ ശരീരത്തിൽ ചെന്നാൽ എന്തിനെയൊക്കെയാണ്, എപ്രകാരമാണ്, ഏതൊക്കെ അവയവങ്ങൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ സ്റ്റൊമക്ക്, നമ്മളുടെ ആമാശയത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു, ശോധനം കൃത്യമാക്കി നടത്തിക്കൊണ്ടുപോകാനായി സഹായിക്കുന്നു. നമ്മളുടെ മുഴുവൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, വായ മുതൽ നമ്മളുടെ മലദ്വാരം വരെയുള്ള അത്രയും ഭാഗത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്, നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതും കൂടി ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അർഷസ്, ആൾക്കാരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് അർഷസ്, മൂലക്കുരു, പൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരോട് ആദ്യം ചോദിച്ചാൽ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ശോധനം കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ തന്നെ അവർ പറയും, ഇല്ല ഡോക്ടറെ, 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് പോകുന്നത്, അതും ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്, മുക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പം അത്രയും ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഏനൽ മസിൽസ് ഒക്കെ ലൂസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൈൽസ്, അർഷസ്, മൂലക്കുരു ഉണ്ടാകുന്നത്. അപ്പൊ അർഷസ് വരാതെ സംരക്ഷിക്കുന്നതിലും കൂടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ ഇമ്മ്യൂണോ 3+. ഇനി ഇത് ആർക്കൊക്കെ നൽകാം? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ദഹന സംബന്ധമായിട്ടുള്ള ഇറഗുലർ, ചിലപ്പം ഭക്ഷണം കഴിച്ച പാടെ പോകണം, അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് കൃത്യമായിട്ട് ശോധനം നടക്കുന്നില്ലാത്ത ആൾക്കാർക്ക്, എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പൊ തന്നെ രോഗം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം. ഇനി ഫാമിലിയിൽ നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ സ്പെക്സ്, ഗ്ലാസ് കണ്ണാടി വെക്കുന്നവരുണ്ട് എങ്കിൽ അതും ജെനറ്റിക് ആയിട്ട്, ഹെറിഡിറ്ററി ആയിട്ട് കുട്ടികളിലും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അപ്രകാരമുള്ളപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിന്റെ സംരക്ഷണത്തിൽ പങ്കുവഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കണ്ണിന്റെ ആ ഒരു സംരക്ഷണം, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിലും കൂടി സഹായിക്കുന്നതാണ്. ഇതൊക്കെയാണ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് ആർക്കൊക്കെയാണ് കൊടുക്കരുതാത്തത് അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ആണ്, മലം മുറുകി പോകുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, മലം ഇങ്ങനെ ഇപ്പൊ 1-2 ആഴ്ചകളോളം പോകാത്ത പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ മലം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുകയാണ്. നമ്മളുടെ ആ ഒരു ശോധന മാർഗത്തിൽ കല്ല് പോലെ ഇരിക്കുമ്പോഴാണ് എന്ത് അനുഭവപ്പെടുന്നത്? അസഹ്യമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുന്നത്. വയറിൽ എപ്പോഴും ഒരു ഫുൾനെസ്,
ഇപ്പം പോകണം, ഇപ്പൊ ശോധനത്തിന് പോകണം, ഇപ്പം ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്, അതോടൊപ്പം തന്നെ രക്തത്തോടുകൂടി മലം പോകുന്നത്. ഇത് അവിടെ ഇവിടെ തട്ടി കല്ല് പോലെ അത്രയ്ക്കും ഹാർഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മലങ്ങൾക്ക് കാലങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പം ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ, അതായത് സിവിയർ കോൺസ്റ്റിപ്പേഷന്, മലത്തിന്റെ കൂടെ രക്തം കാണുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യരുത്. ആൾക്കാരോട് പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറയണം. അവർക്ക് കുറെ കൂടി എന്താണ് എനിമ പോലുള്ളതൊക്കെ കൊടുക്കുമ്പോൾ മാത്രമേ അവരുടെ ആ കട്ടിയായി കിടക്കുന്ന മലം ഇളകി വരത്തുള്ളൂ. ഇനി അതുപോലെ കാറ്ററാക്ട് ഒക്കെ വന്ന് സ്ക്വിഡ് അല്ലെ, കണ്ണിന് അത്തരത്തിലുള്ളതൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിക്കും, കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആവും. നിങ്ങൾ നമ്മളുടെ ഇമ്മ്യൂണോ 3+ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരിക്കലും ആൾക്കാർക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലൊക്കെ കാഴ്ചശക്തി വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ പോയി തേടി പിടിച്ച് അവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അവർക്കൊന്നും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നമ്മുടെ ഇമ്മ്യൂണോ